ഓപ്പറേഷൻ സുരക്ഷ പോലെയുള്ള ജനോപകാരപ്രദമായ നടപടികളിലൂടെ പോലീസിനെ ജനപ്രിയമാക്കാൻ സഹായിച്ച ഒരു വ്യക്തി ശ്രീ ഹേമേന്ദ്രൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണയും ഞാൻ ആഭ്യന്തരമന്ത്രിയായി ചാർജ് എടുത്ത് പിറ്റേ ദിവസം അദ്ദേഹത്തെ ഫോൺ ചെയ്ത് അദ്ദേഹത്തോട് വരണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം പോലീസിൻ്റെ അഡ്വൈസറായി അദ്ദേഹത്തെ നിയമിക്കാനുള്ള തീരുമാനം എടുത്തത്. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞത്, എനിക്ക് ₹1 പോലും ശമ്പളം ആവശ്യമില്ല, എനിക്ക് പ്രത്യേക ഓഫീസ് ആവശ്യമില്ല, മറ്റൊരു പാലഭ്യാസവും എനിക്ക് ആവശ്യമില്ല എന്നാണ് എന്നോട്. സാധാരണഗതിയിൽ ആരും അങ്ങനെ പറയാറില്ല. റിട്ടയർ ചെയ്താലും ഏതെങ്കിലും സ്ഥാനങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരാളും അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായി എൻ്റെ പൊതുജീവിതത്തിൽ എനിക്ക് അനുഭവമില്ല. അതാണ് ശ്രീ ഹേമചന്ദ്രൻ. ₹1 പോലും വാങ്ങിക്കാതെ, മറ്റൊരു ആനുകൂല്യവും പറ്റാതെ, മറ്റൊരു ഓഫീസ് ഫെസിലിറ്റീസും ഇല്ലാതെ എന്നോടൊപ്പം സഹകരിക്കാൻ അദ്ദേഹം തയ്യാറായി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ് കാണിക്കുന്നത്. കേരള പോലീസിനോടുള്ള, ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. അതിന് അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ലഭിക്കും. ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഒരു പ്രത്യേകത, നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മളോട് പറയാം, അതാണ് ആവശ്യം. മന്ത്രിയോടാരും അനിഷ്ടം പറയാറില്ല. മന്ത്രി പറയുന്നതല്ല ശരിയാന്ന് പറയും. അതാണ് പൊതുവെ. എല്ലാ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയാണെന്ന് ഞാൻ പറയാറില്ല. പൊതുവെ അങ്ങനെയാണ്. പൊതുവെ എല്ലാവരും നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ലതെന്ന് പറയും. എസ് ഹേമേന്ദ്രൻ വിനയത്തോട്, സാർ അത് ചെയ്തത് അത്ര ശരിയായില്ല എന്ന് വളരെ പൊളൈറ്റായിട്ട്, എന്നാൽ അത് കർക്കശത്തോട് നമ്മളോട് പറയാറുണ്ട്. അത് നമുക്ക് നല്ലതാണ്. കാരണം നമ്മളൊരു കാര്യം, ഇപ്പം നമ്മളെല്ലാം സർവജ്ഞപീഠം കയറിയ ആളുകളൊന്നും അല്ലല്ലോ. നമുക്ക് തെറ്റുകളുണ്ടാകും, കുറ്റങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഈ വകുപ്പ് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ പുറമെ നിന്ന് നോക്കുമ്പോൾ സല്യൂട്ടുണ്ട്, പോലീസുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏത് രാത്രിയിലും പോലീസുകാർ ഉണർന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഏത് രാത്രിയിലും പോലീസ് മന്ത്രിയും ഉറങ്ങാതിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാത്രിയിൽ ഫോൺ ഓഫ് ചെയ്യാതെ കാത്തിരിക്കുന്നതാണ് പലപ്പോഴും. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഒത്തിരി ഗുണമുണ്ടായിട്ടുണ്ട്. ചില ഉദാഹരണങ്ങളൊക്കെ പറയുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് ഞാനൊരു സ്റ്റോറി എഴുതുന്ന കാലത്ത് എഴുതാം. ഒരിക്കൽ അർദ്ധരാത്രിയിൽ ഞാൻ ഡൽഹിയിലൊരു ഫോൺ ഓഫ് ചെയ്യാതിരുന്നപ്പോൾ വളരെ എറണാകുളത്ത് അതിസ്ഫോടനാത്മകമായ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സംഭവം ഉണ്ടായത് ഞാനിപ്പോഴും ഓർക്കുക. ഞാനന്ന് ഫോൺ ഓഫ് ചെയ്തിരുന്നെങ്കിൽ ആ സംഭവം മറ്റൊന്നാകുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ രാത്രി കേരളത്തിലെ പോലീസുകാർ 24/7 പ്രവർത്തിക്കുന്നവരാണ്. വാസ്തവത്തിൽ പോലീസുകാരെ വിമർശിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്നു, എന്ത് കഷ്ടമാണ്. മറ്റൊരു സർവീസിലും ആളുകൾ ഇതുപോലെ ജോലി ചെയ്യാറില്ല. ആരും രാത്രിയും പകലും ജോലി ചെയ്യാറില്ല. 24/7 ആണ്. അവർക്കും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അവർക്കും സ്വകാര്യ ജീവിതമുണ്ട്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഡ്യൂട്ടി ചെയ്യാൻ മടി കാണിക്കാത്ത ഒരു വിഭാഗം പോലീസുകാരാണ്. മറ്റ് സർവീസിലുള്ളവർക്ക് രാവിലെ 10 മണിക്ക് വന്നാൽ 5 മണിക്ക് വീട്ടിൽ പോകണം. പക്ഷേ പോലീസുകാർക്ക് അങ്ങനെയല്ല. എപ്പോൾ വിളിച്ചാലും അവർ ഫാളിനാകണം, ജോലി ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം. ജോലി ചെയ്തില്ലെങ്കിൽ പോലീസിൻ്റെ അനാസ്ഥ, ജോലി ചെയ്താൽ പോലീസിൻ്റെ അതിക്രമം. ഇത് രണ്ടും ഒരേപോലെ നേരിടേണ്ടി വരുന്ന ഒരു സേനയാണ് പോലീസ്. അത് പോലീസുകാർക്ക് മാത്രമല്ല, മന്ത്രിക്കും അത് ബാധകമാണ്. അപ്പോൾ നമുക്ക് തന്നെയുമല്ല, പോലീസിൻ്റെ പ്രവർത്തനം കോടതിയുടെ നിരീക്ഷണത്തിലും സ്ക്രൂട്ടണിയിലുമാണ് എപ്പോഴും. പോലീസ് എന്ത് ചെയ്താലും, ഇടുന്ന FIR ആണെങ്കിലും നൽകുന്ന കുറ്റപത്രമാണെങ്കിലും അതെല്ലാം കോടതിയുടെ സ്ക്രൂട്ടണിക്ക് വിധേയമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനയും ഭാരതീയ IPC അല്ലേ, BNS ആണെങ്കിലും കോടതി വിധികളാണെങ്കിലും ഇതെല്ലാം ബാധകമാണ്. അപ്പോൾ പോലീസ് പ്രവർത്തിക്കുന്നത് എപ്പോഴും നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ്.
അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതിന് സ്കൂട്ടണി ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊണ്ട് വേണം പോലീസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവും. കാരണം നിയമം നടപ്പാക്കേണ്ടി വരുമ്പോൾ പക്ഷപാതപരമായ പ്രവർത്തനം പാടില്ല, പ്രയാസപരമാണ്. പക്ഷപാതപരമായി പെരുമാറാൻ പാടില്ല. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ സ്കൂട്ടണി ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ പ്രവർത്തിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബാധ്യസ്ഥരാണ്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുക എന്ന ഒരു വിഭാഗമാണ് പോലീസ് എന്ന് പറയുന്നത്. കേരള പോലീസ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്ന പോലീസ് സേനയാണ്. ഫലപ്രദമായി, കാരണം ഇവിടെ ഒത്തിരി കേസുകൾ ഉണ്ടാകാറുണ്ട്. ചെറിയ സംഭവം ഉണ്ടായാലും ആളുകൾ പോലീസിനെ കേരളത്തിൽ സമീപിക്കും. അതുകൊണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുടെ എണ്ണം കൂടുതലാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും അതുപോലെ ഉണ്ടാകാറില്ല. വളരെ അപൂർവമായി മാത്രമേ ആളുകൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി കൊടുക്കാറുള്ളൂ. ഇപ്പം അത് മാറ്റമുണ്ട്, പഴയ കാലം അല്പം മാറ്റമുണ്ട്. ഞാൻ ശ്രീ ഹേമേന്ദ്രനും കൂടെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഇന്ത്യയിലെ പോലീസ് സേനയിൽ നമ്മൾ മുൻപിലാണ്. പക്ഷേ ലോകോത്തരമായ ഒരു പോലീസ് സേനയായി കേരള പോലീസിനെ എങ്ങനെ മാറ്റാം, അതിനെപ്പറ്റിയാണ് ഇപ്പം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നൊരാൾ എന്നെ കാണാൻ വന്നു ഉച്ചയ്ക്ക് ശേഷം. അതൊക്കെ ഒരു പ്രൊജക്റ്റിനെ ഏൽപ്പിച്ചു. വെർച്വൽ പോലീസ് സ്റ്റേഷൻ. ഒരു വെർച്വൽ പോലീസ് സ്റ്റേഷൻ എങ്ങനെ ഉണ്ടാക്കാം? കാരണം ഇന്ന് നമ്മൾ IT സാങ്കേതിക വിദ്യയുടെ മേഖലയിലാണ് നമ്മളെല്ലാവരെയും വ്യാപരിക്കുന്നത്. ഒരു വെർച്വൽ പോലീസ്, അദ്ദേഹം പറയുന്ന വെർച്വൽ പോലീസ് സ്റ്റേഷന് കേന്ദ്രത്തിൻ്റെ സഹായമുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങളത് പരിശോധിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സേവനം ഇനിയും അഭിപ്രായങ്ങൾ ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മോഡേണൈസ് ചെയ്ത പോലീസാണ് ഇന്നുള്ളത്. കൂടുതൽ മോഡേണൈസേഷൻ വിധേയമാകണം. ലോകത്തുള്ള പല രാജ്യങ്ങളിലും പോലീസിൻ്റെ പ്രവർത്തനം അത്തരത്തിലാണ്. പോലീസ് ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയില്ല. നമ്മൾ അമേരിക്കയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂറോപ്പിൽ യാത്ര ചെയ്യുമ്പോൾ പോലീസ് എവിടെ ഉണ്ടെന്ന് പോലും നമ്മൾ അറിയത്തില്ല. പക്ഷെ നമ്മളെല്ലാവരും പോലീസിൻ്റെ നിരീക്ഷണ വലയത്തിലാണ്. പോലീസ് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മളറിയുന്നില്ല. പക്ഷെ ഇവിടെ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് അറിയാൻ കഴിയും. അപ്പോൾ ആ തരത്തിലേക്ക് പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കുറേയേറെ മാറ്റമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ആളുകളെ അങ്ങനെ ഇടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അപമര്യാദയായി പെരുമാറുകയോ ഒക്കെ ചെയ്ത് വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലും CCTV ദൃശ്യങ്ങൾ, ക്യാമറകൾ വെക്കാറുണ്ട്. ആ CCTV ക്യാമറകൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അവിടെ വരുന്നതും പോകുന്നതും ആരാണെന്ന് അറിയാം. അങ്ങനെ വളരെയേറെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈവൻ ലോക്കപ്പിൽ വരെ CCTV നമ്മൾ വെക്കാറുണ്ട്. സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഒരാളിനെ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ എന്താണ്, പൗരാവകാശത്തെപ്പറ്റി ജനങ്ങൾ ബോധവാന്മാരായ ഒരു കാലമാണ്. സ്വാതന്ത്ര്യത്തെപ്പറ്റി, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റിയും പൗരാവകാശങ്ങളെപ്പറ്റിയും ബോധവാന്മാരായ ഒരു ജനതയോട് പോലീസ് എങ്ങനെ പെരുമാറണം എന്നുള്ളത് കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. അപ്പോൾ അതെല്ലാം ഉണ്ടെങ്കിലും കുറേ കൂടി പോലീസിൻ്റെ പ്രവർത്തനം നമുക്ക് മോഡേണൈസ് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം. വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ കുറ്റകൃത്യങ്ങൾ ഭംഗിയായി ഭേദ്യങ്ങളില്ലാതെ ആളുകളെ ഉപദ്രവിക്കാതെ തന്നെ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും ജനങ്ങൾക്ക് ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുമുള്ള മാർഗങ്ങൾ എന്താണെന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ റിട്ടയർ ചെയ്തിട്ടുള്ള മുൻകാലത്തെ DGPമാരെ അടുത്ത ദിവസം മുതൽ വിളിക്കുകയാണ്. ഒറ്റയ്ക്ക് കൂട്ടായി വിളിക്കുക, പിന്നെ ഒറ്റയ്ക്ക് സംസാരിക്കുക. അങ്ങനെ കേരള പോലീസിനെ കുറേ കൂടി ഉയരത്തിലേക്ക് എത്തിക്കാൻ, ലോകോത്തരമായ നിലവാരത്തിലേക്ക് എത്തിക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ള ഒരു പരീക്ഷണത്തിലും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ അത് ഹേമേന്ദ്രനെ പോലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ സഹായം ആ കാര്യത്തിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അദ്ദേഹത്തെ ഈ അഡ്വൈസറായി നിയമിക്കാൻ തീരുമാനിച്ച സന്ദർഭം എന്നോട് ധാരാളം ആളുകൾ ഫോൺ ചെയ്ത് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പല ആളുകൾ എന്നോട് വളരെ നല്ല കാര്യമാണ് ചെയ്തത്, നല്ല കാര്യമാണ്, ഈ പോലീസ് സേനയ്ക്ക് ഏറ്റവും മഹത്വം ഉണ്ടാകുന്നൊരു കാര്യമാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എനിക്കതിൽ വലിയ സംതൃപ്തി തോന്നി. അധികാരത്തിൻ്റെ വഴി അനീതിയുടെയും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിലെ പല ചാപ്റ്ററുകളും വളരെ പ്രധാനപ്പെട്ട. ഞാൻ എൻ്റെ വിശദാംശങ്ങൾ MG രാധാകൃഷ്ണൻ പറയുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല.
തീർച്ചയായിട്ടും സാധാരണ സർവീസ് സ്റ്റോറികൾ എഴുതുന്നതിൽ വ്യത്യസ്തമായി തൻ്റെ അനുഭവങ്ങളിലൂടെ ജനങ്ങൾക്ക് എങ്ങനെ നീതി നൽകാൻ കഴിയും, ആ നീതി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളും കൂടി പരാമർശിച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകം നമ്മുടെ ബിന്ദുവിന് നൽകുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ അങ്ങനെയല്ല കൂടുതൽ. ബിന്ദു ഒരു നീതി നിഷേധിക്കപ്പെട്ട വ്യക്തിയായതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഈ പുസ്തകം നൽകുന്നു എന്ന് പറയുമ്പോൾ അതിലൂടെ ഒരു മെസ്സേജ് ഉണ്ട്, ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പലപ്പോഴും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള നമ്മുടെ ആപ്തവാക്യങ്ങളെ പോലും അതിലംഘിക്കത്ത തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. സത്യമാണ്. പക്ഷേ അത് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നീതി നിർവഹണം എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാക്കിയാൽ മാത്രമേ ജനങ്ങൾക്ക് അതുകൊണ്ട് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. പോലീസിൻ്റെ ഉത്തരവാദിത്തം നീതി നിർവഹണമാണ്. നീതി എല്ലാവർക്കും ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാകുക എന്നുള്ളതാണ്. ഇന്നലെ ഒരു പോലീസ് ഒരു പ്രതിയെ പിടിച്ചതുമായി ബന്ധപ്പെട്ട ധാരാളം അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ വരുന്നുണ്ട്. പോലീസ് ആകാശത്തേക്ക് വെടിവെച്ച് പ്രതിയെ പിടിച്ചു എന്നുള്ളതാണ് വാർത്ത. ഞാൻ ആ പോലീസുകാരനെ അഭിനന്ദിക്കുകയാണ്. ഞാൻ അഭിനന്ദിച്ചു. കാരണം കാപ്പ കേസിലെ പ്രതി 308 ചുമത്തിയിട്ട് ഹൈക്കോടതി പോലും അയാൾക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പറയുന്ന ആൾ, സറണ്ടർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഒരാൾ, ആ വ്യക്തി സ്വൈരവിഹാരം നടത്തുന്നു. അത് കൗൺസിലർ ആണെങ്കിലും MLA ആണെങ്കിലും MP ആണെങ്കിലും അത് നിയമത്തിന് വിരുദ്ധമായ കാര്യമാണ്. അങ്ങനെ ഒരാളിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളത് പോലീസിൻ്റെ ധർമ്മമാണ്. അവിടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല. അവിടെ ആക്ട് ചെയ്തില്ലെങ്കിലാണ് പോലീസ് നീതി നിർവഹണം നടത്തുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ അങ്ങനെ വരുമ്പോൾ പോലീസിനെ ആക്രമിക്കുക, പോലീസുകാരെ ബുദ്ധിമുട്ടിക്കുക, അത്തരം നടപടികൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, പോലീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കോടതിയുടെ നിരീക്ഷണമുണ്ട്, സ്ക്രൂട്ടണിയുണ്ട്. ആ നിലയിലാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് പോലീസ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് നമ്മൾ അവരെ അഭിനന്ദിക്കുക. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കമ്മീഷണറെ വിളിച്ച് അഭിനന്ദിച്ചു. കാരണം നീതി നിർവഹണത്തിന് വേണ്ടി ഏത് തരത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് കേരള പോലീസിന് ആവശ്യമായിട്ടുള്ളത്. ശ്രീ ഹേമചന്ദ്രൻ തീർച്ചയായും കേരള പോലീസിൻ്റെ അഭിമാനമാണ്. അദ്ദേഹത്തിൻ്റെ സർവീസ് ജീവിതം മുഴുവൻ അത്തരത്തിൽ തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അധികാരത്തിൻ്റെ വഴിയിൽ അദ്ദേഹം ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട്. ആ അധികാരത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അനീതി ഉണ്ടാകാതിരിക്കാനുള്ള കരുതൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന് കൊടുത്ത ഏത് ചുമതല കൊടുത്താൽ അത് ഫയർഫോഴ്സ് ആണെങ്കിൽ അതിലും ഭംഗിയായി അത് നിറവേറ്റുവാൻ, നീതി നിർവഹണം നടത്തുവാൻ, അതുവഴി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ എങ്ങനെ കഴിയും എന്നുള്ളതിനെ പറ്റിയാണ് ആലോചിച്ചത്. നമ്മുടെ സർവീസിൽ പ്രവർത്തിക്കുമ്പോൾ വിവിധ ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഇന്ന ഡ്യൂട്ടി മാത്രമേ ചെയ്യണമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ ഏത് ഡ്യൂട്ടി ചെയ്താലും അതിനകത്ത് ഹേമചന്ദ്രൻ്റെ ഒരു സ്റ്റൈൽ, ഒരു ടച്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. തീർച്ചയായിട്ടും ഈ പുസ്തകം ഭാവിയിൽ IPS ആരായി വരുന്ന യുവ IPSകാർക്ക് ഒരു അനുഭവ പാഠമായി തീരും. ജനങ്ങൾക്കിത് വായിച്ച് തീർച്ചയായിട്ടും പോലീസിനെ പറ്റിയുള്ള മതിപ്പും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും കേരള പോലീസിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മികച്ച, ഇവിടെ ഇരിക്കുന്ന ധാരാളം റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരോടൊക്കെ ഞാനും പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, നല്ല മിടുക്കന്മാരായ ആളുകൾ, സമർത്ഥരായ ആളുകൾ, കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചെറിയൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് ലുലു മാളിൽ ഒരു ദിവസം ഒരു ഫോൺ വന്നു, ലുലു മാളിൽ ബോംബ് വെച്ചിട്ടുണ്ട്. ലുലു മാൾ ആദ്യമായിട്ട് ആരംഭിക്കുകയാണ് എറണാകുളത്ത്. ഹേമചന്ദ്രൻ
ഇൻ്റലിജൻസ് മേധാവിയാണ്. അപ്പോൾ എല്ലാവരും 10,000-2,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യമായി കേരളത്തിൽ വരികയാണ്. അതിൻ്റെ ഉടമയായ യൂസഫ് അലി ആകെ പരിഭ്രമത്തിലായി. കാരണം ആദ്യമായിട്ട് കേരളത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണ്. ഒരു ഫോൺ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആകെ പോലീസും ബേജാറായി, എല്ലാവരും ബേജാറായി. ഒരു ടൈമൊക്കെ പറഞ്ഞ് ഇന്ന സമയത്തിനുള്ളിൽ ബോംബ് പൊട്ടും എന്നാണ്. കണ്ടുപിടിക്കാനാവുന്നത്ര ശ്രമം നടത്തി നോക്കി. അവസാനം എറണാകുളത്തൊരു പോലീസുകാരൻ ഹേമേന്ദ്രൻ എന്നോട് വിളിച്ച് പറയാം, സാർ ആ പോലീസുകാരൻ ഈ ഫോൺ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോൺ കോൾ ആ പോലീസുകാരന് കേൾക്കണമെന്ന് പറയുന്നു. എന്ത് ഞാൻ പറഞ്ഞു, കേൾക്കട്ടെ. ആ പോലീസുകാരൻ ആ ശബ്ദം കേട്ടിട്ട് അയാൾ പറഞ്ഞു, സാർ അത് ഇന്നയാളാണ് അല്ലേ? ആളുടെ പേര് പറഞ്ഞു, അത് ഇന്നയാളാണ് വിളിച്ചു പറഞ്ഞു. അയാളെ ഐഡൻറ്റിഫൈ ചെയ്ത് പിന്നെ പോലീസ് കമ്മീഷണറും എറണാകുളം കമ്മീഷണറും ഒക്കെ സംസാരിച്ചു. അയാൾക്ക് എത്രയോ കോടി രൂപ അയാൾ ആവശ്യപ്പെട്ടു. പോലീസ് പറഞ്ഞു പണം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബാഗിനകത്ത് പൈസയില്ലായിരുന്നു, ഒരു കട്ട മുകളിൽ കുറച്ച് പൈസയൊക്കെ വെച്ച് നേരെ അവിടെ ചെന്നു. കോയമ്പത്തൂർ അതിർത്തി അല്ലേ, വാളയാറിൽ വെച്ച് ആ പെട്ടി അവിടെ വെച്ചു. ഇയാൾ വരുന്നു, പെട്ടി എടുക്കാൻ വരുന്നു. പോലീസ് എൻസർക്കിൾ ചെയ്യുന്നു, അയാളെ പിടിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഒരു പോലീസുകാരൻ, ഇത്ര സമർത്ഥനായ ആ പോലീസുകാരൻ, എറണാകുളത്ത് പ്രവർത്തിക്കുന്ന പോലീസുകാരനാണ്. അയാൾ ആ ശബ്ദം കേട്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാണ് ആരാണ് പ്രതി എന്നുള്ളത്. ആ ശബ്ദം കേട്ട് ഐഡൻറ്റിഫൈ ചെയ്യാണ്. അപ്പോൾ പോലീസുകാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനല്ല, ഒരു ചെറിയ പോലീസുകാരൻ. അപ്പോൾ സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമുക്കുണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് ഞാനിവിടെ. അങ്ങനെ ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് മറ്റ് നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി. അപ്പോൾ കേരള പോലീസിലെ ഒരു കോൺസ്റ്റബിൾ മുതൽ DGP വരെയുള്ള ആളുകളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന കഴിവുള്ള ആളുകൾ ഇതിനകത്ത് ധാരാളമുണ്ട്. അവരുടെ സേവനത്തെ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹേമേന്ദ്രൻ തീർച്ചയായിട്ടും ധാരാളം പരിജ്ഞാനമുള്ളൊരു വ്യക്തിയാണ്. പോലീസിന് അദ്ദേഹത്തിൻ്റെ സേവനം തീർച്ചയായും ഭാവിയിൽ മുതൽക്കൂട്ടുണ്ടാകും എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു.